അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ കാലത്ത് നമുക്ക് പല പല രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ കലാപരമായ കാര്യങ്ങൾ, അതുപോലെ നാട്ടിലുള്ള മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മാറി വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാല് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ഒരു വർഷക്കാലത്ത് പോലെയല്ല, വേനൽക്കാലം ആവുന്നതോടുകൂടി പിന്നെ ഉത്സവങ്ങള്, അതുപോലുള്ള മറ്റു കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജ് പരിപാടികളൊക്കെ പ്രത്യേകിച്ച് പുറത്ത്, അപ്പൊ അതൊക്കെ നടക്കുന്നൊരു സമയം എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ ഒരു വേനൽക്കാലത്ത്. പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ നവംബർ, അപ്പൊ മലയാള മാസം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വൃശ്ചിക മാസം കഴിയുന്നതോടുകൂടി തന്നെ, ഇപ്പൊ വൃശ്ചിക മാസത്തോടു കൂടി തന്നെ ആയല്ലോ നമുക്ക് തുലാവർഷമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു സമയമാണ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ എന്താ പറയുന്നത് വെച്ചാല്, നമ്മളിപ്പോ അമ്മയും അമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പഴയ ആ ഒരു ഉത്സവ കാലഘട്ടത്തിന്റെ ആ ഒരു ഇത്, ഇപ്പൊ അമ്മമ്മേന്റെ ആ ഒരു കാലത്തെ ഓർമ്മകൾ, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എനിക്കും ഞങ്ങളൊക്കെ ഒരു കുട്ടിക്കാലത്തല്ല, അപ്പൊ അങ്ങനെ ആ ഒരു ഉത്സവത്തിന്റെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെയിരുന്നു ഇപ്പൊ അന്നത്തെ ഒരു പഴയ ഒരു കാലത്ത്, ഏകദേശം ഇപ്പൊ ഒരു 1950 ആ കാലഘട്ടത്തിലായിരിക്കുമല്ലോ അപ്പോ അമ്മേന്റെ കുട്ടിക്കാലം തന്നെ ആ ഒരു കാലം. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു, അതാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരായിട്ട് പങ്കുവെക്കേണ്ടത്. മകരം കഴിഞ്ഞ ഉത്സവം തുടങ്ങി. മുമ്പ് മീനൊക്കെ ഉത്സവത്തിന്റെ കാര്യമായിട്ടുള്ള സമയമാണ്. ഉത്സവത്തിന് വേണ്ടിയിട്ട് പാടൊക്കെ കൊയ്ത് ശരിയാക്കും, കലാപരിപാടികൾ നടത്താൻ. അന്നൊക്കെ ടി വിയും കാര്യങ്ങളൊന്നുമില്ല, ഈ ഉത്സവത്തിന്റെ മാത്രമേ ഉള്ളൂ. ആ ഉത്സവത്തിന്റെ കലാപരിപാടിയൊക്കെ ഉണ്ടാവും, അവിടേക്കൊക്കെ ഉണ്ട്. ഞങ്ങളെ കുട്ടിയാണാവുന്ന കാലത്ത് ആ ഉത്സവം കാണാൻ ഞങ്ങൾ പോകും. ഉത്സവ പറമ്പിൽ വള മാല, കുട്ടികൾക്ക് അതല്ലേ വേണ്ടു. കുട്ടികൾ അതിന് വട്ടറിഞ്ഞു കൂടും അവിടെ. ഉത്സവ പറമ്പിൽ ഇന്ന് കിട്ടലാണ് പിന്നെ മുട്ടായിയൊക്കെ, ശർക്കര മുട്ടായി, അലുവ, പലതും ഉണ്ടാവും. ഉത്സവ പറമ്പിലുണ്ടാവും. പീടികയിലൊക്കെ കുറവാണ്. പീടികയിൽ പോയി എന്നാലും മംഗലൊക്കെ ഉത്സവ പറമ്പെന്നാണ് വാങ്ങുക. കലാപരിപാടി എന്തെങ്കിലുമൊക്കെ ഒളിച്ചാവുകൾ ഉറക്കൊഴിക്കൊക്കെ ഒളിച്ചാൽ ഇവിടെ പോരുക. അന്നൊക്കെ ഉത്സവത്തിന് നാട്ടുവഴികളെ ഇടേഴി വേലിയില്ല. ഇപ്പോഴെന്തൊക്കെ വഴിയൊക്കെ നന്നായത്. അന്നൊക്കെ ചെറിയ ഇടഴിയാണ് ഉണ്ടാവുക. അന്നൊന്നും ടോർച്ചില്ല, ചൂട്ടാണ്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് അതാണ്. ഇപ്പോഴെന്തൊക്കെ അതിപ്പോ എങ്ങനെ ഓലയുണ്ടല്ലോ ചൂട്ട്, ഓലക്കൊടിയുടെ ചൂട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് കെട്ടിയിടുക. കൈകൊണ്ട് മിന്നിയാണ് കത്തും, പാടി കത്തും. അന്ന് അമ്പലത്തിലൊക്കെ ഉണ്ടാവുക ചാക്യാർക്കൊത്ത്, ഓട്ടം തുള്ളല്, പാടകം പറച്ചില് ഒക്കെ പിന്നെ അമ്പലത്തിലാണ് അന്നൊക്കെ ഉണ്ടാവല്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോ അമ്മേന്റെ ആ ഒരു കാലഘട്ടത്തിലെ അന്നത്തെ കാലഘട്ടം. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു 1950 കാലഘട്ടങ്ങളാണ് അതൊക്കെ, 50, 55 ആ ഒരു സമയങ്ങളിൽ അന്നത്തെ ഒരു സാഹചര്യം ഇപ്പൊ അമ്മ പറഞ്ഞു. ഞങ്ങളൊക്കെ ഒരു കുട്ടികളാവുന്ന ആ ഒരു കാലം അപ്പോഴേക്ക് പിന്നെ കുറെ ഇങ്ങോട്ട് പോകുന്നല്ലോ, ഇപ്പൊ 90കളിൽ ഇങ്ങോട്ടൊക്കെ വന്നില്ലേ. അപ്പോ ആ ഒരു സമയത്തും ഏകദേശം നമുക്ക് അന്നത്തെ ഒരു സമയത്ത്, പിന്നീടാണ് കുറച്ചുകൂടി നമ്മൾ 2000 ശേഷമൊക്കെ കുറച്ചുകൂടി ഇങ്ങോട്ട് മോഡേൺ ആയി വന്നു കാര്യങ്ങളൊക്കെ. പക്ഷെങ്കിലും ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു കുട്ടിക്കാലത്ത് ചെറിയൊരു ഓർമ്മ അങ്ങനെ ആ ഒരു പഴയ ഇതിന്റെ, അത് ഒരുപാട് പഴയതിന്റെ അല്ല. അപ്പൊ അന്നൊക്കെ എങ്ങനെ ചിലപ്പോ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞങ്ങളിപ്പോ വെച്ചാൽ ഞങ്ങള് പന്തലൂർ ആണ് ഞങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഭഗവതി ക്ഷേത്രം, പന്തലൂർ ഭഗവതി ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തില് അന്നത്തെ കാലത്തും അതെ, ഇപ്പോഴൊക്കെ തന്നെ നല്ല രീതിയിൽ വിപുലമായ രീതിയിലാണ് കലാപരിപാടികളും ഉത്സവങ്ങൾ എല്ലാം നടന്നു പോകുന്നത്. അന്നും ഒരു അതിൻ്റെതായ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിന്റെ രീതിയിൽ. അപ്പൊ അവിടെയാണ് ഇപ്പൊ അന്ന് ഈ കലാപരിപാടികളൊക്കെ നടക്കുക. പിന്നെ നമുക്ക് കലാപരിപാടികൾ നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഈ മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ തറവാട് ക്ഷേത്രങ്ങളൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ താലപ്പൊലി അതാണ് ഇപ്പൊ അവിടെയൊക്കെ നടക്കുക. താലപ്പൊലി നടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഒരു എഴുന്നള്ളത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സാഹചര്യം അവിടെ ഇതുപോലെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ രാവിലെ ഉത്സവത്തിന്റെ സമയത്ത് പകല്, അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ഒരു 7 മണിക്ക് ശേഷം പിന്നെ കലാപരിപാടികളാണെങ്കിൽ ഒരുപാട് എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മള് ഒരുപാട് കലാകാരന്മാര്, നമ്മളിപ്പോ കേരളത്തിൽ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ കലാകാരന്മാരൊക്കെ വളർന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉത്സവ പറമ്പ്. ഈ അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ പിന്നെ നമ്മളിപ്പോ കാണുന്ന ആളുകൾക്ക് അപ്പോ വരുന്ന അത് ആസ്വദിക്കുന്നത് മാത്രമല്ല, ഒരുപാട് പേര് നല്ല പ്രതിഭകളെ സമ്മാനിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇത്തരം ഉത്സവ പറമ്പുകളിലെ ഈ ഒരു വേദികൾ. ഞങ്ങളൊക്കെ എപ്പോഴേക്ക് വെച്ചാൽ ഞാനും എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഞങ്ങൾ അന്നത്തെ ഈ ചെറിയ ചെറിയ
രീതിയിലൊക്കെ ഉള്ള കലാപരിപാടികളിലൊക്കെ ഞങ്ങളൊക്കെ അന്ന് പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഞാൻ അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിൽ തബല വായിക്കാൻ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അന്ന് അവതരിപ്പിച്ചിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചിലപ്പോ പാടുന്നവരാണെങ്കിൽ പാടുന്നപ്പോ ഞാനിത് താളം വായിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഉണ്ട്. പിന്നെ അതെന്താ വെച്ചാൽ അതല്ലാതെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഉത്സവപ്പറമ്പിലെ അന്നത്തെ ആ ഒരു ഇത്. പിന്നെ ഉത്സവപ്പറമ്പിൽ ഒരുപാട് പേര് ഒന്നിച്ച് കാണുന്നത്. ഇന്നിപ്പോ നമുക്കിപ്പോ മൊബൈൽ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ആളുകളൊക്കെ പല രീതിയിൽ ഓൺലൈൻ ആയിട്ടാണ് ഇപ്പം നമ്മളെല്ലാം കാര്യങ്ങളും നമുക്ക് ബന്ധങ്ങളൊക്കെ ആളുകളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷെ വെച്ചാൽ അന്ന് വെച്ചാൽ നമുക്ക് ഈ ഉത്സവപ്പറമ്പിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. അതായത് ഇപ്പോൾ പകലൊക്കെ അങ്ങനെ പോകും, അത് കഴിഞ്ഞ് വൈകിട്ട് ഓരോരുത്തർ അവരെ ജോലികളൊക്കെ കഴിഞ്ഞ് കൂടുതൽ അന്ന് സാധാരണ തരത്തിലുള്ള ജോലികളൊക്കെയാണല്ലോ, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉത്സവപ്പറമ്പുകൾ. പിന്നെ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ അന്ന് പിന്നെ നമുക്ക് ഏറ്റവും ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടാകുന്ന കളിപ്പാട്ടങ്ങൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങുക, അതൊക്കെ അതും ഇഷ്ടമാണ്. അന്ന് ഈ ഇങ്ങനെയുള്ള സമയത്തല്ലേ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റല്ലാതെ നമ്മൾ ഇന്നത്തെ പോലെ ഫാൻസി കടകളോ സ്റ്റേഷനറി കടകളോ ഒന്നും അങ്ങനെ അധികം ഇല്ലല്ലോ ആ കാലത്തും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതുപോലെ ഉത്സവപ്പറമ്പിൽ ഇപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ പോലുള്ള ശർക്കര മിഠായി, അലുവ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇത് എല്ലാം കൂടി നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഉത്സവത്തിന്റെ ഒരു അന്തരീക്ഷം അത് അല്ലാത്തൊരു സമയത്ത് നമുക്ക് വെറുതെ ഒരു ഇതിൽ വരുന്നത്. കാരണം അത്രയധികം ആളുകൾ ഒത്തുകൂടുന്നതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. പന്തലൂർ ഞങ്ങള് തറവാട് വീടിന്റെ അടുത്ത് നമ്മൾ ആ അമ്പലത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്കൊരുമകൻ പാട്ടാഘോഷമാണ്. അപ്പൊ എന്താ വെച്ചാൽ അതിലാണ് ഇപ്പൊ നമ്മൾ ഈ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വർഷമൊക്കെ ഇപ്പൊ പുതിയ കാലഘട്ടത്തൊക്കെ തന്നെ നല്ല ഗംഭീര രീതിയിൽ തന്നെയാണ് ഉത്സവവും കാര്യങ്ങളും നടക്കുന്ന കലാപരിപാടികളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതുകൂടി കൂട്ടത്തിൽ പറയാണ് ഉത്സവത്തിന്റെ എഴുന്നള്ളത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ചാനലിൽ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചാനലിൽ അത് യൂട്യൂബിൽ വരും. അപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണും ചെയ്യാം. കാരണം പിന്നെ അതുപോലെ പ്രസാദകൂട്ട്, ഒരുപാട് പേര് പങ്കെടുക്കുന്ന പ്രസാദകൂട്ട്, അതൊക്കെ എല്ലാം അതൊക്കെ ഉൾപ്പെടുന്ന വീഡിയോ നമുക്ക് ചെയ്ത് വരാണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ആ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 7, 8, 9, 10, 11, 12 തീയതികളിലാണ്. അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. നമ്മുടെ ചാനലിൽ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.